നമസ്കാരം. 5ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് യൂണിറ്റ് 4-ലെ സോൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു അല്ലേ? അതിൻ്റെ പകുതി ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ട്. ബാലൻസ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. എടുത്ത ഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരൊന്ന് പ്ലേലിസ്റ്റിൽ കയറി നോക്കാനായിട്ട് ശ്രമിക്കുക. ഇത് പാർട്ട് 2 ആണ്. അപ്പോൾ നിർത്തി ഇതിൻ്റെ ബാലൻസ് ഇതാ നമുക്ക് നോക്കാം. Next Saturday, his brothers tried to get Michael to go with them to the park, but he wouldn't budge. നെക്സ്റ്റ് സാറ്റർഡേ ആയപ്പോഴേക്കും അവരുടെ ബ്രദേഴ്സ് എന്ത് ആഗ്രഹിക്കുന്നു? ഈ കുട്ടിയെ കൂടെ അവരെ കൂടെ കൊണ്ടുപോയി കളിപ്പിക്കണം അല്ലേ? അവന് കോൺഫിഡൻസ് ഇല്ലല്ലോ, വിഷമിച്ചിരിക്കുകയല്ലേ എന്ന് വിചാരിച്ച് കൊണ്ടുപോകാനായിട്ട് നോക്കി. പക്ഷെ അവൻ എന്ത് ചെയ്യുന്നില്ല, അത് ചെയ്യാനായിട്ട് അവൻ അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. മാമ, അതാണ് ബഡ്ജ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? അനുവാദം, സമ്മതം ഒക്കെ തരില്ലേ? അതിനെയാണ് ബഡ്ജ് എന്ന് പറയുന്നത്. മാമ ഹാഡ് ബിഗൺ ടു വറി. അപ്പോഴേക്കും അമ്മയ്ക്കും വിഷമായി. വെൻ ഷീ സോ മൈക്കൽ സിറ്റിംഗ് അലോൺ ഓൺ ദി സ്റ്റെപ്സ് ഷീ ടോൾഡ് ഡാഡി മേ ബി യു ഷുഡ് ഗോ ഔട്ട് ആൻഡ് ടോക്ക് ടു ഹിം. അവൻ ഒറ്റയ്ക്ക് വിഷമിച്ച് സ്റ്റെപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഇരിക്കുന്ന പിക്ചർ കണ്ടപ്പോൾ അമ്മ അച്ഛനോട് എന്ത് പറഞ്ഞു? ഒരു പക്ഷേ താങ്കളെ കൊണ്ട് എന്തെങ്കിലും അവനോടൊന്ന് സംസാരിക്കൂ, എന്തെങ്കിലും ചെയ്യൂ എന്ന് പറയും. സോ ഡാഡി വെൻറ്റ് ഔട്ട് ആൻഡ് സാറ്റ് വിത്ത് മൈക്കൽ. അപ്പോൾ ഡാഡി പോയി മൈക്കലിനോടൊപ്പം ഇരുന്നു. വാട്ട്സ് റോങ് ഡിയർ? എന്ത് പറ്റി മോനെ? യു ഹാവിൻ ഗോൺ ടു ദ പാർക്ക് വിത്ത് യുവർ ബ്രദേഴ്സ് ഫോർ എ വൈൽ നൗ. ആർ യു ഓക്കെ? നീ കുറേ നാളായിട്ട് ബ്രദേഴ്സിൻ്റെ കൂടെ ഒന്നും പോകുന്നില്ലല്ലോ, മോൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. മൈക്കൽ ഡിഡിൻറ്റ് സേ എനിത്തിങ് അറ്റ് ഫസ്റ്റ്. മൈക്കലിന് ആദ്യം ഒന്നും പറയാൻ സാധിച്ചില്ല. ദെൻ he looked at daddy and said, I thought I would at least be a few inches taller by now. അവൻ കുറച്ച് സമയം ഒന്നും പറഞ്ഞില്ല. പക്ഷേ അച്ഛനെ നോക്കിയിട്ട് എന്ത് പറഞ്ഞു പിന്നീട്? ഞാൻ ആഗ്രഹിക്കുന്നു എന്ത്? ഒരിച്ചിരി, വളരെ കുറച്ചെങ്കിലും, 1 ഇഞ്ചെങ്കിലും, വളരെ കുറച്ച് ഇഞ്ചുകളെങ്കിലും ഞാനൊന്ന് ടോൾ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. I did everything Mama told me to do, but nothing happened. അമ്മ എന്നോട് ചെയ്യാൻ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തു, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ക്വസ്റ്റ്യൻ: വൈ ഡിഡ് മൈക്കൽ സ്റ്റോപ്പ് ഗോയിങ് ടു ദ പാർക്ക് വിത്ത് ഹിസ് ബ്രദേഴ്സ്? എന്തുകൊണ്ടാണ് ബ്രദേഴ്സിൻ്റെ കൂടെ കുട്ടി പാർക്കിൽ പോകാഞ്ഞത്? മൈക്കൽ സ്റ്റോപ്ഡ് ഗോയിങ് ടു ദ പാർക്ക് ബിക്കോസ് ഹി വോണ്ടഡ് ടു ഗ്രോ ടോളർ ഫസ്റ്റ്. ആദ്യമേ അവൻ എന്ത് വേണം? അവന് കുറച്ചും കൂടി നീളം വേണം എന്നവൻ ആഗ്രഹിച്ചു. ഹി പ്രാക്ടീസ് അറ്റ് ഹോം. അവൻ ഹോമിൽ പ്രാക്ടീസ് ചെയ്തു. ഹോപ്പിംഗ് ടു ഗ്രോ ബിഫോർ പ്ലേയിങ് വിത്ത് ഹിസ് ബ്രദേഴ്സ്. ബ്രദേഴ്സിൻ്റെ കൂടെ ഇനി പ്ലേ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഹൈറ്റ് വേണം എന്നവൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അവൻ പോകാതിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: മൈക്കൽസ് മദർ ബിഗാൻ ടു വറി. വാട്ട് ഡിഡ് ഷീ ഡു ദെൻ? ഉറപ്പായും മോൻ ഇങ്ങനെ വിഷമിച്ചിരിക്കും, അമ്മമാർക്ക് വിഷമാവില്ലേ? അപ്പോൾ അമ്മ എന്താ ചെയ്തത്? മൈക്കൽസ് മദർ ബിഗാൻ ടു വറി വെൻ ഷീ സോ ഹിം സിറ്റിംഗ് അലോൺ. കുട്ടി ഒറ്റയ്ക്ക് ഇരിക്കുന്ന കണ്ടപ്പോൾ അമ്മയ്ക്ക് സങ്കടമായി. മാത്രമോ, ആൻഡ് നോട്ട് ഗോയിങ് ടു ദ പാർക്ക്. പാർക്കിലും അവൻ പോകുന്നില്ല. അപ്പോൾ അമ്മയ്ക്ക് വിഷമായി. ഷീ ആസ്ക്ഡ് ഡാഡി ടു ഗോ ഔട്ട് ആൻഡ് ടോക്ക് ടു ഹിം. അവൻ ഡാഡിയോട് അവരെന്ത് പറഞ്ഞു? ഒന്ന് പോയി കുട്ടിയോട് സംസാരിക്കൂ എന്ന് പറഞ്ഞു. മൈക്കൽ, വൈ ഡു യു വോണ്ട് ടു ബി ടോളർ? ഡാഡി ആസ്ക്ഡ്. ഇപ്പോൾ ഡാഡി ചോദിക്കുന്നു, മോനെ മൈക്കൽ, നിനക്ക് എന്തിനാണ് നീളം? നീ എന്തിനാണ് നീളം ആഗ്രഹിക്കുന്നത്? ഇഫ് ഐ വെയർ ടോളർ ഐ വുഡ് ബി എ ഗ്രേറ്റ് പ്ലെയർ ആൻഡ് ഐ കുഡ് ഹെൽപ്പ് അവർ ടീം വിൻ. മൈക്കൽ ആൻസർ. എന്താ മൈക്കൽ പറഞ്ഞത്? ഞാൻ കുറച്ചും കൂടി നീളമുള്ള ആളായിരുന്നെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയേനെ? ഒരു നല്ല പ്ലെയർ ആവായിരുന്നു, കളിക്കാരനാകാമായിരുന്നു. എങ്കിൽ എനിക്ക് എൻ്റെ ടീമിനെ വിജയിപ്പിക്കാമായിരുന്നു എന്ന് പറഞ്ഞു. ബട്ട് യു ആർ എ ഗ്രേറ്റ് പ്ലെയർ സൺ. പക്ഷേ മോനെ, നീ നല്ലൊരു കളിക്കാരനാണ്. ആൻഡ് യു ഓൾറെഡി ഹാവ് എവറിത്തിങ് ഇറ്റ് ടേക്സ് ടു ബി എ വിന്നർ. റൈറ്റ് ഇൻ ഹിയർ. ഡാഡി ടാപ്ഡ് മൈക്കൽ ഓൺ ഹിസ് ചെസ്റ്റ്. അവൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ചെസ്റ്റിൽ തട്ടിക്കൊണ്ട് എന്ത് പറഞ്ഞു? ചെസ്റ്റിൽ തട്ടിക്കൊണ്ട്, ഷോൾഡറിലല്ല, ചെസ്റ്റിൽ, ഹാർട്ടിൽ തട്ടിക്കൊണ്ടാണ് പറഞ്ഞു. എന്താ പറഞ്ഞത്? നീ ഒരു നല്ല കളിക്കാരനാണ്, ഒരു വിന്നറിന്, വിജയിയാകാനുള്ള എല്ലാം നിനക്ക് ഉണ്ട്. എവിടെ? ഇവിടെ, നിൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് കാണിക്കും. ബീയിങ് ടോളർ മേ ഹെൽപ്പ് യു പ്ലേ എ ലിറ്റിൽ ബെറ്റർ. കുറച്ചും കൂടി നീളമുണ്ടെങ്കിൽ ചിലപ്പോൾ നിനക്ക് കുറച്ചും കൂടി നന്നായി കളിക്കാൻ സാധിക്കുമായിരിക്കാം. ബട്ട് നോട്ട് ആസ് മച്ച് ആസ് പ്രാക്ടീസ്, ഡിറ്റർമിനേഷൻ ആൻഡ് ഗിവിങ് യുവർ ബെസ്റ്റ് വിൽ. പക്ഷേ നിൻ്റെ പ്രാക്ടീസ് കൊണ്ടോ അല്ലെങ്കിൽ നിൻ്റെ ഡിറ്റർമിനേഷൻ, നേടണമെന്നുള്ള ഒരു ചിന്ത, അതുപോലെ തന്നെ നിൻ്റെ ബെസ്റ്റ്, ഇതൊക്കെ കൊണ്ട് നീ കൊടുക്കുന്നതിനെക്കാട്ടിയും ഒന്നുമല്ല കുറച്ച് നീളം കൂടുതലായാൽ. എന്ന് വെച്ചാൽ നീ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും നന്നായിട്ട് എനിക്കിത് വേണമെന്ന് നേടണം എന്ന് നീ ചിന്തിക്കുന്നതാണ് നിനക്ക് ഇച്ചിരി നീളം കൂടുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ്.
മനസ്സിലായില്ലേ? ഈ ചെറിയ നീളം കൂടുക എന്നതിനെക്കാട്ടി ഒക്കെ വലുതാണ് ഈ കാര്യങ്ങൾ. നിൻ്റെ ഡിറ്റർമിനേഷൻ, അതുപോലെ തന്നെ നിൻ്റെ പ്രാക്ടീസ്, നിനക്ക് നേടണമെന്നുള്ള ചിന്ത, ഇതൊക്കെയാണ് കുറച്ച് നീളം കൂടുക എന്നതിനേക്കാൾ വലിയ കാര്യം. ഇതൊക്കെ നിനക്ക് ഉണ്ട്. ദോസ് ആർ ദ തിങ്സ് ദറ്റ് മേക്ക് യു എ റിയൽ വിന്നർ. ഇതൊക്കെയാണ് മക്കളെ നിന്നെ റിയൽ വിന്നർ ആക്കുന്നത്. ഇച്ചിരി നീളം കൂടിയത് കൊണ്ടല്ല. നീളം കൂടിയാൽ തിരി നന്നായിട്ട് കളിക്കാം, പക്ഷെ ബാക്കിയുള്ളതാണ് അതിനെക്കാട്ടിയും നല്ലവണ്ണം കളിക്കാൻ നിന്നെ വിജയിയാക്കാനായിട്ട് സാധിക്കുന്നത്. മൈക്കൽ തോട്ട് അബൌട്ട് വാട്ട് ഡാഡി സെഡ് ഫോർ എ മിനിറ്റ്. കുറച്ച് നേരം, ഒരു മിനിറ്റ് ഡാഡി എന്താ പറഞ്ഞതെന്ന് ചിന്തിച്ചു. ദെൻ സഡൻലി ഹി ജംപ്ഡ് ആൻഡ് ടുക്ക് ഓഫ്. പെട്ടെന്ന് അവൻ ചാടി എഴുന്നേറ്റ് അവിടുന്ന് ഓടി. വേർ ആർ യു ഗോയിങ്? ഡാഡി യെൽഡ് ആഫ്റ്റർ ഹിം. അച്ഛൻ അവന് നേർക്ക് ഉറച്ച് വിളിച്ച് ചോദിച്ചു, നീ എവിടെ പോകുന്നു? ഐ ഹാവ് ഗോട്ട് എ ഗെയിം ടുഡേ ആൻഡ് ഐ ആം ലേറ്റ്. മൈക്കൽ യെൽഡ് ബാക്ക്. എന്താണ്, എനിക്കിന്നൊരു കളിയുണ്ട്, ഞാൻ ഇപ്പം തന്നെ ലേറ്റായി എന്ന് അവൻ തിരിച്ചുറക്കെ വിളിച്ച് പറഞ്ഞു. ക്വസ്റ്റ്യൻ ഉണ്ടോ? യെസ്. വാട്ട് വാസ് ഡാഡീസ് അഡ്വൈസ് ടു മൈക്കൽ? എന്തായിരുന്നു ഡാഡിക്ക് മൈക്കലിനോടുണ്ടായിരുന്ന അഡ്വൈസ്? എന്തായിരുന്നു ഉപദേശം, അഡ്വൈസ്? ഡാഡീസ് അഡ്വൈസ് ടു മൈക്കൽ വാസ് ദാറ്റ് ബീയിങ് ടോളർ മൈറ്റ് ഹെൽപ്പ് എ ലിറ്റിൽ. കുറച്ച് സഹായിക്കും. എന്താ, കുറച്ച് നീളം കൂടുക എന്നുള്ളത് കുറച്ച് സഹായിക്കും. ബട്ട് യഥാർത്ഥത്തിൽ ഒരുപാട് സഹായിക്കുന്നത് എന്താണ്? പ്രാക്ടീസ്, ഡിറ്റർമിനേഷൻ, ഡൂയിങ് യുവർ ബെസ്റ്റ്. ഇത് ഇത്രയുമാണ്. ദീസ് ആർ ദ ക്വാളിറ്റീസ് ദാറ്റ് മേക്ക് സമ്മൺ എ റിയൽ വിന്നർ. ഈ ക്വാളിറ്റീസ് ആണ് ഒരാളെ റിയൽ വിന്നർ ആക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ റിസൾട്ട് ഓഫ് ദ അഡ്വൈസ്? ആ അഡ്വൈസിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? ഡാഡീസ് അഡ്വൈസ് മെയ്ഡ് മൈക്കൽ റിയലൈസ് ദാറ്റ് പ്രാക്ടീസ് ആൻഡ് ഡിറ്റർമിനേഷൻ ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഹൈറ്റ്. അതുവഴി കുട്ടിക്ക് എന്ത് മനസ്സിലായി? പ്രാക്ടീസും ഡിറ്റർമിനേഷനും ദൃഢനിശ്ചയം ഒക്കെ ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റൂ? നമ്മൾക്ക് ഹൈറ്റിനേക്കാളും ഒക്കെ വലുതാണത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ജയിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. ഹി ഫെൽറ്റ് മോട്ടിവേറ്റഡ് ആൻഡ് റഷ് ടു ഹിസ് ഗെയിം. അതോടുകൂടി മോട്ടിവേറ്റഡ് ആയി, പ്രചോദനം ഉണ്ടായിട്ട് അവൻ എങ്ങോട്ട് പോയി? ഗെയിമിലേക്ക് പോയി, കളിക്കാനായിട്ട് ഓടിപ്പോയി. മക്കളെ, അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. ഇത് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നില്ല, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കുഴപ്പമില്ല. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഷെയർ ചെയ്യാം. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വെൻ മൈക്കൽ റീച്ച് ദ പാർക്ക് ദ ഗെയിം ഹാഡ് സ്റ്റാർട്ട്. മൈക്കൽ പാർക്കിൽ ചെന്നപ്പോൾ ഗെയിം എന്ത് ചെയ്തിരുന്നു? സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഹി സാറ്റ് ഓൺ ദ ബെഞ്ച് ഹോപ്പിംഗ് ഹി വുഡ് ഗെറ്റ് എ ചാൻസ് ടു പ്ലേ ആൻഡ് ഹി ഡിഡ്. അവൻ അവിടെ ബെഞ്ചിൽ പോയിരുന്നു. അവന് കളിക്കാനൊരു അവസരം കിട്ടും. ഓൾറെഡി അവിടെ ടീമിൽ ആവശ്യത്തിന് ആൾക്കാരുണ്ട്. അപ്പോൾ ആരെങ്കിലും മാറിയാലേ കളിക്കാൻ പറ്റും. അപ്പോൾ അവനിങ്ങനെ അവിടെ ഇരിക്കുകയാണ്. ദ ഗെയിം വാസ് ഓൾമോസ്റ്റ് ഓവർ ആൻഡ് ദ സ്കോർ വാസ് ടൈഡ് വെൻ ജോൺ, വൺ ഓഫ് ദ ബോയ്സ് ഓൺ മൈക്കിൾസ് ടീം, ഫെൽ ആൻഡ് ഹേർട്ട് ഹിംസെൽഫ്. എന്താണ്? ദ ഗെയിം വാസ് ഓൾമോസ്റ്റ് ഓവർ. ഗെയിം ഏകദേശം കഴിയാറായിരുന്നു. സ്കോർ എങ്ങനെയാണ്? ടൈ ആണ്. രണ്ടുപേരും ഈക്വലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോഴാണ് ജോൺ എന്ന് പറയുന്ന കുട്ടി, മൈക്കലിൻ്റെ ടീമിലുള്ള കുട്ടിയാണ്, അവൻ എന്ത് ചെയ്തു? വീണിട്ട് മുറിവ് പറ്റി. ഹിയർ വാസ് മൈക്കൽസ് ചാൻസ്. അപ്പോൾ അവൻ എങ്ങോട്ട് പോകുമ്പോൾ പകരം ആർക്ക് കയറാം? മൈക്കലിന് കയറാം. മൈക്കൽ ജോയിൻഡ് ഹിസ് ടീം ഇൻ ദ ഹഡിൽ ആസ് ദേ ഗ്യാതേർഡ് ഓൺ ദ സൈഡ് ലൈൻ ഫോർ എ ടൈം ഔട്ട്. ടൈം ഔട്ടിൻ്റെ സമയമൊക്കെ ആയിട്ട് അവരിങ്ങനെ എന്ത് ചെയ്യാണ്? ഹഡിൽ ചെയ്തിരിക്കുക. ടീമുകൾ ഒരുമിച്ച് ഇങ്ങനെ കൂടിച്ചേർന്ന് നിൽക്കത്തില്ലേ? ആ സമയമൊക്കെ ആയപ്പോഴാണ് അവൻ ഈ ടീമിനോട് ചേർന്നത്. ഓക്കെ, ദ ഗെയിം ഈസ് ടൈഡ്, ഓൾ വി നീഡ് ഈസ് 1 point. ഓക്കെ, ഗെയിം ടൈ ആയി, രണ്ടുപേരും ഒരുപോലെ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ജയിക്കണമെങ്കിൽ എന്ത് മതി? 1 point മതി. ഹൂ വോണ്ട്സ് ടു ടേക്ക് ദ ഷോട്ട്? ആരാണ് ചെയ്യുന്നത്? ആരാണിത് അടിക്കുന്നത്? റോണി ചോദിച്ചു. ഹീ ലുക്ക്ഡ് ഇൻ മൈക്കൽസ് ഡിറക്ഷൻ. മൈക്കലിനെ നോക്കിയാണ് ചോദിച്ചത്. ഫീലിംഗ് മോർ കോൺഫിഡൻറ്റ് ദാൻ എവർ, മൈക്കൽ സെഡ് ഐ വിൽ ഡു ഇറ്റ്. ഇതുവരെ ഉള്ളതിനേക്കാളൊക്കെ കോൺഫിഡൻ്റ് ആയിട്ട് മൈക്കൽ എന്ത് പറഞ്ഞു? ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. വെൻ ദ വിസിൽ ബ്ലൂ ആൻഡ് ദ ഗെയിം റീസ്റ്റാർട്ടഡ്, മാർക്ക് ബിഗാൻ ടു പിക്ക് ഓൺ മൈക്കൽ ആസ് യൂഷ്വൽ. വിസിലടിച്ചു. ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് മാർക്കുണ്ടല്ലോ, നമ്മുടെ പഴയ മാർക്ക്, നീളമുള്ള, അവൻ വീണ്ടും വന്നു. എന്തിനാണ്? നമ്മുടെ മൈക്കലിനെ പിക്ക് ഓൺ, ഹരാസ് ചെയ്യാൻ, കളിയാക്കാൻ, ടീസ് ചെയ്യാനൊക്കെ ആയിട്ട് വന്നു. സ്റ്റിൽ ട്രൈങ് ടു പ്ലേ വിത്ത് ബിഗ് ബോയ്സ്, മാർക്ക് ടോണ്ടഡ്. എന്താണ്? ഇപ്പോഴും താണ്ടെ നീളമുള്ള പിള്ളേരോടെ കളിക്കാൻ നീ വന്നോ എന്നും പറഞ്ഞ് അവനെ നോക്കി കളിയാക്കി, ടൗണ്ട് ചെയ്തു, പ്രകോപിപ്പിച്ചു. അവന് വിഷമം ഉണ്ടാക്കണം, അല്ലെങ്കിൽ അവനെ നിരാശപ്പെടുത്തണം, അല്ലെങ്കിൽ അവനെ കൊണ്ട് പ്രതികരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചതാണ്. ബട്ട് മൈക്കൽ പെയ്ഡ് ഹിം നോ അറ്റൻഷൻ. പക്ഷെ മൈക്കൽ അവനെ മൈൻഡ് പോലും ചെയ്തില്ല. ടോളർ ഓർ നോട്ട്, ഹി ഹാഡ് ബീൻ പ്രാക്ടീസിങ് ആൻഡ് ടുഡേ ഹി വാസ് ഡിറ്റർമിൻഡ് ടു വിൻ. എന്താണ്?
ടോളർ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അല്ലാതായിക്കോട്ടെ, ഞാൻ എന്ത് ചെയ്തിരുന്നു? ഹി ഹാഡ് ബീൻ പ്രാക്ടീസിങ്, ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയല്ലായിരുന്നു ആ കുട്ടി അവൻ. അതുകൊണ്ട് അവൻ എന്തുണ്ട്? വിജയിക്കണം എന്നവന് നിശ്ചയമുണ്ട്. ക്വസ്റ്റ്യൻ: ഹൗ ഡിഡ് മൈക്കിൾ ഗെറ്റ് എ ചാൻസ് ടു പ്ലേ? മൈക്കിളിന് കളിക്കാൻ ചാൻസ് എങ്ങനെയാണ് കിട്ടിയത്? മൈക്കിൾ ഗോട്ട് എ ചാൻസ് ടു പ്ലേ വെൻ ജോൺ, a player on his team, fell and hurt himself. അവൻ്റെ ടീമിലുള്ള കളിക്കാരനായ ജോൺ വീണിട്ട് മുറിവ് പറ്റി. വിത്ത് ജോൺ ഔട്ട്, മൈക്കിൾ വാസ് ഏബിൾ ടു ജോയിൻ ദ ഗെയിം. ജോൺ ഔട്ട് ആയതുകൊണ്ടാണ് ആർക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയത്? ഗെയിമിൽ മൈക്കിളിന് ജോയിൻ ചെയ്യാൻ പറ്റിയത്. അടുത്ത ക്വസ്റ്റ്യൻ: മൈക്കിൾ ഡിഡ് നോട്ട് പേ എനി അറ്റൻഷൻ ടു മാർക്സ് ടൗൺസ്. വൈ? ഈ മാർക്കിൻ്റെ കളിയാക്കലിന് പ്രകോപനത്തിനൊന്നും ആര് മൈൻഡ് ചെയ്തില്ല? അല്ല, ഈ മാർക്കിൻ്റെ കളിയാക്കലിനും പ്രകോപനത്തിനും ഒന്നും ആര് മൈൻഡ് ചെയ്തില്ല? നമ്മുടെ മൈക്കിൾ മൈൻഡ് ചെയ്തില്ല. എന്താ കാര്യം? മൈക്കിൾ ഇഗ്നോർഡ് എന്ന് വെച്ചാൽ എന്താണ്? മൈൻഡ് ആക്കിയില്ല മാർക്സ് ടൗൺസ് ബിക്കോസ് ഹി വാസ് കോൺഫിഡൻറ്റ് ആൻഡ് ഫോക്കസ്ഡ് ഓൺ വിന്നിങ്. അവൻ്റെ ചിന്ത എന്താണ്? എനിക്ക് ജയിക്കണം, അപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്ത് അതിൽ മാത്രം ശ്രദ്ധ എന്ന് കരുതിയിരിക്കുന്നു. ഹി ട്രസ്റ്റഡ് ഹിസ് പ്രാക്ടീസ് ആൻഡ് ഡിറ്റർമിനേഷൻ. അവൻ്റെ പ്രാക്ടീസിനെയും അവൻ്റെ ആ ഒരു ദൃഢനിശ്ചയത്തിലുമൊക്കെ അവൻ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരുന്നു. ലാരി ത്രൂ ദ ബോൾ ടു മൈക്കിൾ. ലാരി ആരാണ്? മൈക്കിളിൻ്റെ ബ്രദർ. ലാരി എന്ത് ചെയ്തു? ബോൾ മൈക്കിളിന് ഇട്ട് കൊടുത്തു. മൈക്കിൾ കോട്ട് ഇറ്റ്, ബൗൺസ്ഡ് ഇറ്റ് ഫോർ എ മൊമെൻറ്റ് ആൻഡ് ദെൻ ടുക്ക് ഓഫ്. എടുത്ത് ഒന്ന് ബൗൺസ് ചെയ്തിട്ട് എടുത്ത് പൊക്കി. ആസ് ഹി അപ്രോച്ച്ഡ് മാർക്ക്, Michael shifted to his right. Mark followed, but while he was still shifting. അപ്പോൾ മൈക്കിൾ അടുത്ത് കൊടുക്കുമ്പം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് മാറ്റി ബോൾ. വീണ്ടും അങ്ങനെ മാറി തിരിഞ്ഞും കൊണ്ടുപോയി. മൈക്കിൾ സ്പൺ ടു ഹിസ് ലെഫ്റ്റ്. മൈക്കിൾ എന്നിട്ട് എന്ത് ചെയ്തു? അവൻ്റെ ലെഫ്റ്റിലേക്ക് ചുഴറ്റി. ഹി സ്റ്റെപ്ഡ് ബിഹൈൻഡ് മാർക്ക് ആൻഡ് ഷോട്ട്. മാർക്കിൻ്റെ പിറകിൽ നിന്ന് അതങ്ങോട്ട് പൊക്കി എറിഞ്ഞു. ദ ബോൾ ആർക്ഡ് ഫാർ അബവ് ഹിസ് ഒപ്പോണൻറ്റ്സ് ഹാൻഡ്സ് ആൻഡ് ഫെൽ സൈലൻ്റ്ലി ത്രൂ ദ ഹൂപ്പ്. പൊങ്ങി എതിര് നിന്ന ആൾക്കാരുടെ കയ്യിലൊന്നും പോയില്ല, അതിൻ്റെ മുകളിൽ കൂടെ പോയിട്ട് എങ്ങോട്ടേക്ക് വീണു? ആ നെറ്റിൽ, ഹൂപ്പിൽ, റിങ്ങിൽ തന്നെ ചെന്ന് കയറി. 2 points. ദ ഗെയിം വാസ് ഓവർ. മൈക്കിൾസ് ടീം ഹാഡ് വൺ. എന്താണ്? 2 പോയിൻറ്റും കിട്ടി. എന്ത് ചെയ്തു? ഗെയിമും കഴിഞ്ഞു, മൈക്കിളിൻ്റെ ടീം വിജയിക്കുകയും ചെയ്തു. ആർക്കെന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഇങ്ങനെ വളഞ്ഞ് കറങ്ങി പോത്തില്ല, അതാണ് ആർക്കെന്ന് പറഞ്ഞത് കേട്ടോ. ഇറ്റ് വാസ് ജസ്റ്റ് as Michael had dreamt. When he realized what he had done, Michael took off and didn't stop until he had reached home. അപ്പോൾ മൈക്കിൾ സ്വപ്നം കണ്ടതുപോലെ തന്നെയാണ്. വെൻ ഹി റിയലൈസ്ഡ് വാട്ട് ഹി ഹാഡ് ഡൺ, അവൻ എന്താ ചെയ്തത് എന്ന് അവൻ റിയലൈസ് ചെയ്തപ്പോൾ, തിരിച്ചറിഞ്ഞപ്പോഴേക്കും മൈക്കിൾ ടുക്ക് ഓഫ്. മൈക്കിൾ അവിടെ നിന്ന് ഓടിത്തുടങ്ങി. ആൻഡ് ഡിഡിൻറ്റ് സ്റ്റോപ്പ് അണ്ടിൽ ഹി ഹാഡ് റീച്ച്ഡ് ഹോം. വീടെത്തുന്നിടം വരെ ഒറ്റ ഓട്ടം. ബേസ്റ്റിംഗ് ത്രൂ ദ ഡോർ, അതിൽ തള്ളി തുറന്ന് അകത്തോട്ട് കയറി. ഹീ ഷൗട്ടഡ്. എന്ത് പറഞ്ഞു? ഐ ഡിഡ് ഇറ്റ് ഡാഡ് ആൻഡ് മം, ഐ ഡിഡ് ഇറ്റ്. ഞാനത് ചെയ്തു അച്ഛാ, അമ്മേ, ഞാനത് ചെയ്തു. ഐ ഷോട്ട് റൈറ്റ് ഓവർ ദ ടോൾ ഗൈസ് ഹെഡ്. ഞാൻ ആരുടെ മുകളിൽ കൂടെ? ടോൾ ബോയുടെ ഹെഡിൻ്റെ മുകളിൽ കൂടെ ഞാൻ പൊക്കി എറിഞ്ഞു. ആൻഡ് വി വൺ ദ ഗെയിം. ഞങ്ങൾ അങ്ങനെയാണ് ജയിച്ചത്. റണ്ണിങ് ഇൻ ബിഹൈൻഡ് ഹിം, റോണി ആൻഡ് ലാരി ജോയിൻ ദ സെലിബ്രേഷൻ. അവൻ്റെ പിറവിനോടി അവൻ്റെ ചേട്ടന്മാരും അവൻ്റെ ആ ഒരു സന്തോഷത്തിൽ, ആ ഒരു ആഘോഷത്തിൽ പങ്കുചേർന്നു. ദാറ്റ് ഈസ് റൈറ്റ് ലിറ്റിൽ ബ്രദർ, യു ഡിഡ് ഇറ്റ്. യെസ്, നീയാണത് ചെയ്തത്, അത് ശരിയാണ് എന്ന് പറയും. യു വൺ ദ ഗെയിം ഫോർ എസ്. നീയാണ് ഗെയിം ഞങ്ങൾക്ക് വേണ്ടി ജയിച്ചത്. ആഫ്റ്റർ ദാറ്റ് ഡേ മമ്മ സ്റ്റോപ്ഡ് പുട്ടിങ് സോൾട്ട് ഇൻ മൈക്കിൾസ് ഷൂസ്. അതിനുശേഷം മാമ എന്ത് ചെയ്തില്ല? മൈക്കിളിൻ്റെ ഷൂവിൽ സോൾട്ടൊന്നും ഇട്ടില്ല. ബട്ട് മൈക്കിൾ ഡിഡ് നോട്ട് സ്റ്റോപ്പ് ബീയിങ് പേഷ്യൻ്റ് ആൻഡ് വർക്കിംഗ് ഹാർഡ്. പക്ഷേ മൈക്കിൾ എന്ത് ചെയ്തില്ല? ആ ഒരു പേഷ്യൻ്റായിട്ടിരിക്കുന്നതും ഹാർഡ് വർക്ക് ചെയ്യുന്നതും ഒന്നും നിർത്തിയില്ല. അമ്മ എന്ത് ചെയ്തു? സോൾട്ട് ഇടുന്നത് നിർത്തി. എന്താ കാര്യം? കുട്ടി കോൺഫിഡൻ്റ് ആയില്ലേ? കുട്ടിക്ക് ഇനി കളിക്കാൻ പറ്റുമെന്ന കോൺഫിഡൻസ് കിട്ടി. ഇനി ഉപ്പിൻ്റെ സഹായമൊന്നും കുട്ടിക്ക് വേണ്ട. അപ്പോൾ ക്വസ്റ്റ്യൻ: വൈ ഡിഡ് മൈക്കിൾ റൺ ടു ഹിസ് ഹൗസ് ആഫ്റ്റർ വിന്നിങ് ദ ഗെയിം? ഗെയിമിൽ ജയിച്ചതിന് ശേഷം വീട്ടിലേക്ക് ഓടി. എന്തിനായിരുന്നു? മൈക്കിൾ റാൻ ഹോം ടു ടെൽ ഹിസ് പാരൻസ് ഹി വൺ ദ ഗെയിം. ഗെയിമിൽ ജയിച്ചു എന്ന് പാരൻസിനോട് പറയാൻ വേണ്ടി പോയി. ഹി വാസ് എക്സൈറ്റഡ് ആൻഡ് പ്രൗഡ് ഓഫ് ഹിസ് ഷോട്ട്. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവൻ്റെ ഷോട്ടിൽ ഭയങ്കര അഭിമാനപരവും ഒക്കെ ആയിട്ടുള്ള ചിന്തയായിരുന്നു അവനുണ്ടായിരുന്നു. അവൻ അഭിമാനിച്ചു അതിൽ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ: വൈ ഡിഡ് മൈക്കിൾസ് മദർ സ്റ്റോപ്പ് പുട്ടിങ് സോൾട്ട് ഇൻ ഹിസ് ഷൂസ്? അവൻ്റെ ഷൂസിൽ എന്തിടുന്നത്? ഉപ്പിടുന്നത് അമ്മ നിർത്തി. എന്തുകൊണ്ട്? മൈക്കിൾസ് മദർ സ്റ്റോപ്ഡ് പുട്ടിങ് സോൾട്ട് ഇൻ ഹിസ് ഷൂസ് ബിക്കോസ്
ഹി അച്ചീവ്ഡ് ഹിസ് ഗോൾ. അവനവൻ്റെ ഗോൾ നേടിയില്ലേ? കളിയിൽ ജയിക്കുക, പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് കളിക്കുക, ഇതായിരുന്നല്ലോ അവൻ്റെ ഗോൾ, ലക്ഷ്യം. അതവൻ നേടിയെടുത്തില്ലേ, ഇനി അതിൻ്റെ ആവശ്യമില്ല. ഹി വർക്ക്ഡ് ഹാർഡ് ആൻഡ് വൺ ദ ഗെയിം. അവൻ ഹാർഡ് വർക്ക് ചെയ്തു, എന്നിട്ട് ഗെയിമിൽ ജയിച്ചു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ മക്കളെ, ഇത്രയേ ഉള്ളൂ. നല്ലൊരു ചാപ്റ്ററാണ്, മനോഹരമായ കഥയാണ്, സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിയിരിക്കുകയാണ്. കുറച്ച് വാക്കുകൾ ഡിഫിക്കൽട്ട് ഉണ്ട്, നമ്മൾ അർത്ഥമൊക്കെ അതിൻ്റെ പറഞ്ഞിട്ടുണ്ട്. മക്കളിത് ഒന്നും കൂടി ഒന്ന് വായിക്കണേ, സ്വന്തമായിട്ട് അർത്ഥം ഇപ്പോഴേ നമുക്ക് മനസ്സിലാക്കി പോകണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മൾ മറ്റൊന്നിനെയും ആശ്രയിക്കരുത്, നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുക. നമ്മൾക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അച്ചീവ് ചെയ്യും. ഹാർഡ് വർക്ക് ചെയ്യുക. അത്രയുമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കളെ, നല്ല മാർക്ക് നേടാൻ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആരെയും നോക്കണ്ട, നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മതി. മിടുക്കരായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.